ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ആദ്യം ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സും എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സും എന്താണെന്ന് നോക്കാം. ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു കോൺക്രീറ്റ് മെമ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ബീമിലേക്ക് ഇനീഷ്യലി വരുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ്. ഓക്കെ, ഇനീഷ്യലി അതായത് നമ്മളിപ്പോൾ ടെൻഷൻ കൊടുത്തിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആ ഫോഴ്സ് ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് പോകുന്നത്, ആ ഫോഴ്സാണ് ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, അതായത് ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ടെൻഷൻ കൊടുത്ത് നമ്മൾ റിലീസ് ചെയ്യുമ്പം എത്രയാണോ ഫോഴ്സ് ആ ഒരു ബീമിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലേക്ക് പോകുന്നത്, അത് ആ ഒരു ഫോഴ്സാണ് ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്രയാണ് ആ ഒരു സ്ട്രക്ചറിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്നുള്ളതാണ്. അതായത് ഇനീഷ്യലി നമ്മളൊരു പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് അതിൻ്റെ അകത്തേക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ആ സ്ട്രക്ചറിലേക്ക് എത്തുമ്പം പല രീതിയിൽ എന്ത് സംഭവിക്കും, ലോസസ് സംഭവിക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 100 kN പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ് ഞാനിപ്പോൾ ഒരു സ്ട്രക്ചറിലേക്ക് കൊടുത്തതെങ്കിൽ ആ സ്ട്രക്ചറിലേക്ക് അത് എത്തുമ്പോൾ 100 തന്നെ വരണം എന്നില്ല. പല റീസൺ കൊണ്ട് അത് ലോസ് ആയി പോവാം. അതായത് ഇപ്പം പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ആ ടെൻഡൻസും കോൺക്രീറ്റ് തമ്മിലുള്ള ബോണ്ടിങ് മുഖേനയാണ് എന്ത് സംഭവിക്കുന്നത്, പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആ ബീമിലേക്ക് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് അതായത് കംപ്രസീവ് ഫോഴ്സ് ഈ ടെൻഡൻസിലൂടെ ആ കോൺക്രീറ്റിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു ഷ്രിങ്കിങ് ഉണ്ടായാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ലെങ്ത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്ത ഫോഴ്സ് അതിൻ്റെ അകത്തേക്ക് വരണമെന്നില്ല, ചെറിയ രീതിയിലുള്ള ലോസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇപ്പം ക്രീപ്പ് കാരണം, ഷ്രിങ്കേജ് കാരണം അല്ലേ, ഷ്രിങ്കേജ് കാരണമൊക്കെ നമ്മൾ ഇനീഷ്യലി കൊടുത്ത പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് അവിടേക്ക് ആ ഒരു സ്ട്രക്ചറിലേക്ക് വരണം എന്നില്ല. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറൻ്റ്ലി ആ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ ആക്ച്വലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് ഇനീഷ്യലി നമ്മളൊരു ഫോഴ്സ് കൊടുത്താലും പല രീതിയിലുള്ള ലോസസ് സംഭവിക്കും. അതായത് ഇപ്പം പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസാണെങ്കിൽ ആ ഷീറ്റും അതായത് മെറ്റൽ ഷീറ്റിൻ്റെ അകത്ത് കൂടെ അല്ലെങ്കിൽ ഒരു ഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആ ഡക്റ്റ് മെറ്റൽ ഷീറ്റ് കൊണ്ടായിരിക്കും മേക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലേ. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പം ഫ്രിക്ഷൻ വരാം. അതായത് ഈ ടെൻഡൻസും ആ ഷീറ്റും തമ്മിൽ ഫ്രിക്ഷൻ വരാം. അപ്പോൾ അങ്ങനെ ഒരു ലോസ് സംഭവിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ലോസ് സംഭവിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ആ ഒരു പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെ ആയിരിക്കണം എന്നില്ല ആ ഒരു സ്ട്രക്ചറിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് വിച്ച് ഈസ് ഗിവൺ ടു ദ കോൺക്രീറ്റ് മെമ്പേഴ്സ് ഇനീഷ്യലി. അതായത് ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്, പക്ഷേ ആ സ്ട്രക്ചറിലേക്ക് എത്തുന്ന ഫോഴ്സാണ് എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്, എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് വിച്ച് ആക്ച്വലി ആക്ട്സ് ഓൺ ദ കോൺക്രീറ്റ് മെമ്പർ. ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആഫ്റ്റർ സർട്ടൻ ലോസസ് റിസൾട്ട് ഇൻ എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. അതായത് ഇപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൽ ലോസ് ഉണ്ടാവുന്നത്, ആ ലോസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ അകത്തുനിന്ന് ആ ലോസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സാണ് എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, ഒന്നുമില്ല, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. അതായത് സ്ട്രക്ചറിലേക്ക് ആക്ച്വലി വരാവുന്ന ഫോഴ്സാണ് എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ്. ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ് ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഒരു സ്ട്രക്ചറിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ് എടുക്കേണ്ടത്. അതായത് സ്ട്രെസ് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ് എടുക്കേണ്ടത്. ഓക്കെ, കാരണം അതാണ് ആക്ച്വലി ആ സ്ട്രക്ചറിലേക്ക് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ ഇത് പറഞ്ഞത്? ഓക്കെ, ലോസസിനെ കുറിച്ച് നമുക്ക് വരുന്ന ടോപ്പിക് ഉണ്ട്, ലോസസ് ഓഫ് പ്രീസ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ലോസസ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. പല ലോസസ് മുഖേന നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് സ്ട്രക്ചറിലേക്ക് വരണം എന്നില്ല. ഓക്കെ, അപ്പം ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ് ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഈ ലോസസ് മുഖേന ലേശം ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ടാവും. ആ കുറഞ്ഞിട്ട് വരുന്ന ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ്, സ്ട്രക്ചറിലേക്ക് ഒറിജിനലി വരുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ് എഫക്റ്റീവ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ.
എ റെക്റ്റാങ്കുലർ കോൺക്രീറ്റ് ബീം 100 mm വൈഡ് ബൈ 250 mm ഡീപ്പ്. അപ്പം കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷൻ അവിടെ തന്നു. ഓക്കെ, 100 വിഡ്ത്തും 250 mm ഡീപ്പുമാണ്, ഡെപ്തുമാണ്. ഓക്കെ, സ്പാനിങ് ഓവർ 8 മീറ്റർ. അപ്പോൾ ലെങ്ത്തും കിട്ടി, L അല്ലേ, 8 മീറ്റർ ആണ്. ഈസ് പ്രീസ്ട്രെസ്ഡ് ബൈ എ സ്ട്രെയിറ്റ് കേബിൾ carrying an effective pre-stressing force of 250 kN located at an eccentricity of 40 mm. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പ്രീസ്ട്രെസ് ചെയ്തിരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് കേബിളിലാണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് കേബിൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് വരുന്ന പ്രീസ്ട്രെസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് 250 kN ആണ്. അപ്പോൾ ക്യാപിറ്റൽ P എന്ന് പറയുന്നത് 250 kN ആണ്. എക്സെൻട്രിസിറ്റി സ്മോൾ ലെറ്റർ E, കാരണം ആ ന്യൂട്രൽ ആക്സിസ് നിന്ന് ഒരു 40 mm മാറിയിട്ടാണ് ഈ ടെൻഡൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കേബിൾസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത് 40 mm ആണ്. ഓക്കെ, ദ ബീം സപ്പോർട്ട്സ് എ ലൈവ് ലോഡ് ഓഫ് 1.2 kN/m. അപ്പം ആ ബീമിലേക്ക് വരുന്ന ലൈവ് ലോഡ് എന്ന് പറയുന്നത് 1.2 kN/m ആണ്. ഓക്കെ, UDL. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ കാര്യം എ, calculate the resultant stress distribution for the center of span cross section of the beam assuming the density of concrete as 24 kN/m3. അപ്പോൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് സെൻറ്റർ ഓഫ് സ്പാനിൽ, അതായത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന സ്ഥലം, അതായത് സെൻറ്റർ. ഓക്കെ, ആ സ്പാനിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ ബീമിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പം ആ സെൻറ്റർ പോയിന്റിൽ ആ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സും ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ്സുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അതിൻ്റെ ഓൺ വെയിറ്റ് വരുന്നുണ്ട്, ലൈവ് ലോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രീസ്ട്രെസിങ് ഫോഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനിൽ ആ സെൻറ്റർ ഓഫ് ദ സ്പാനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസ് ടോപ്പ് മോസ്റ്റ് ഫൈബറിലും ബോട്ടം മോസ്റ്റ് ഫൈബറിലും, അതായത് കണ്ടുപിടിക്കേണ്ടത് FSUPയും F ഇൻഫീരിയറുമാണ്. ഓക്കെ, F സുപ്പീരിയറും F ഇൻഫീരിയറുമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തേത്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് അല്ലേ, കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് 24 kN/m3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇൻ കേസ് ഇവിടെ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 25 എടുക്കാം. നമ്മൾ സാധാരണ 25 എടുക്കാറ്. തരാത്ത കേസിൽ നമുക്ക് 25 kN/m3 എടുക്കാം. 24 എടുത്താലും തെറ്റില്ല. ഇപ്പം ഇൻ കേസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ 25 എടുക്കാൻ പാടില്ല. ഈ തന്നിരിക്കുന്ന ഈ 24 kN/m3 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ആദ്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ബി തന്നിട്ടുള്ളത് 100 mm ആണ്, ഡി തന്നിട്ടുള്ളത് 250 mm ആണ്, സ്പാൻ L 8 മീറ്റർ, പ്രീസ്ട്രെസിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു, ഇതിലിപ്പോൾ എഫക്റ്റീവ് പ്രീസ്ട്രെസിങ് ഫോഴ്സ് ആണ് ഇപ്പോൾ ഈ P ആയിട്ട് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിലും ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന പ്രീസ്ട്രെസിങ് ഫോഴ്സ് 250, അതാണ് എഫക്റ്റീവ് പ്രീസ്ട്രെസിങ്. ഓക്കെ, ഇൻ കേസ് ഇനീഷ്യൽ പ്രീസ്ട്രെസിങ് ഫോഴ്സ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ലോസസ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ടോട്ടൽ പ്രീസ്ട്രെസിങ് ഫോഴ്സിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്തിട്ട് ആ ഫോഴ്സ് വേണം എഫക്റ്റീവ് പ്രീസ്ട്രെസിങ് ഫോഴ്സായിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ P ഈസ് ഈക്വൽ ടു 250 kN തന്നു, E ഈസ് ഈക്വൽ ടു 40 mm, ലൈവ് ലോഡ് Q ഈസ് ഈക്വൽ ടു 1.2 kN/m. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളിവിടെ ആ ബീമിൻ്റെ ഫിഗർ വരച്ചിരിക്കുകയാണ്. 8 മീറ്റർ സ്പാനുള്ള ബീം, അതിൻ്റെ മേലെ UDL ആക്ട് ചെയ്യുന്നുണ്ട്. ന്യൂട്രൽ ആക്സിസ് ഇവിടെയാണ്. ന്യൂട്രൽ ആക്സിൽ നിന്ന് ഒരു 40 mm മാറിയിട്ടാണ് നമ്മൾ ടെൻഡൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സെൻട്രിസിറ്റി 40 mm. അപ്പോൾ ഈ ടെൻഡൻസിലൂടെ വരുന്ന പ്രീസ്ട്രെസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് 250 kN ആണ് കംപ്രസീവായിട്ട്. ഓക്കെ, അതിൻ്റെ ഡെപ്ത് 250 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിഗർ വരച്ചിരിക്കുന്ന ക്ലിയർ ആണോ? അപ്പം ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. ഓക്കെ, ഗിവൺ ഡാറ്റയും നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം, എ പാർട്ടിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ്റെ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ സെൻറ്റർ ഓഫ് സ്പാൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ആ ബീമിൻ്റെ സെൻറ്റർ ഓഫ് ദ സ്പാനിൽ. ഓക്കെ, അപ്പം UDLും ലൈവ് ലോഡും ഡെഡ് ലോഡും പ്രീസ്ട്രെസിങ് ഫോഴ്സും വരുന്ന കേസിൽ എന്തൊക്കെ വരും, എന്തൊക്കെ സ്ട്രെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ആ ലൈവ് ലോഡ് കൊണ്ടുവരുന്ന ബെൻഡിങ് സ്ട്രെസ്, ഡെഡ് ലോഡ് കൊണ്ടുവരുന്ന ബെൻഡിങ് സ്ട്രെസ്, അതുപോലെ തന്നെ ഈ പ്രീസ്ട്രെസിങ് ഫോഴ്സ് മുഖേന വരുന്ന ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്,
അതുപോലെ തന്നെ ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഒരു എക്സെൻട്രിസിറ്റിയിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ബെൻഡിങ് സ്ട്രെസ്, 4 കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്നലെ ഓൾറെഡി ഫിഗറൊക്കെ വരച്ച് അത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ടോപ്പിലും ബോട്ടത്തിലും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതാം, നമുക്കറിയാവുന്നതാണ്. റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ടോപ്പ് FSUP ഈസ് ഈക്വൽ ടു P/A മൈനസ് PE/ZT പ്ലസ് mg/ZT പ്ലസ് mq/ZT. അതേപോലെ റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ബോട്ടം F ഇൻഫീരിയർ ഈസ് ഈക്വൽ ടു P/A പ്ലസ് PE/ZT മൈനസ് mg/ZT മൈനസ് mq/ZT. P എന്ന് പറയുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സാണ്. A എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് ഇവിടെ 100/250, 100 × 250 ചെയ്താൽ വരുന്നതാണ് ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. P നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. E എന്ന് പറയുന്ന എക്സെൻട്രിസിറ്റി, ZT എന്ന് പറയുന്ന സെക്ഷൻ മോഡുലസ്. ഓക്കെ, ടു ദ ടോപ്പ്. ഇതിപ്പോൾ റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് സെക്ഷൻ മോഡുലസ് ടു ദ ടോപ്പ് ആൻഡ് ബോട്ടം ആർ ദ സെയിം. ഇവിടെ mg എന്ന് പറയുന്നത് ബെൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ഡെഡ് ലോഡ്. ZT ഞാൻ ഓൾറെഡി പറഞ്ഞു. mq എന്ന് പറയുന്നത് ബെൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ലൈവ് ലോഡ്. ZT സെക്ഷൻ മോഡുലസ് ടു ദ ടോപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് ഓരോ ടേംസും. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂസ് റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ടോപ്പും ബോട്ടവും കിട്ടണമെങ്കിൽ ഓരോന്നായിട്ട് ഇതിൽ കണ്ടുപിടിക്കണം അല്ലേ. P/A, PE/ZT, mg/ZT, mq/ZT 4 ടേംസ് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇത് ക്ലിയർ ആണല്ലോ പറഞ്ഞത്. സ്ട്രെസ് നമ്മൾ Newton/mm²ലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് P/A കണ്ടുപിടിക്കാം. P/A എന്ന് പറയുന്നത് 250 kN ആണ്. അപ്പോൾ അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. 250 × 10⁻³ ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ 100 × 250 അല്ലേ. ആ കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 Nm/mm² കിട്ടും. ഓക്കെ, അപ്പോൾ P/A എന്ന് പറയുന്ന ടേമായി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് വേണ്ട ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിച്ചു P/A. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് PE/ZT കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു PE/ZT എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നമുക്ക് P അറിയാം, E നമുക്കറിയില്ല, E അറിയാം, P അറിയാം, ZT നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ZT നമ്മളവിടെ കണ്ടുപിടിക്കണം. അതേപോലെ ZBയും നമ്മളവിടെ കണ്ടുപിടിക്കണം. കാരണം ബോട്ടത്തിൽ PE/ZB ആണ്. അപ്പോൾ ZTയും ZBയും കണ്ടുപിടിച്ചിട്ട് PE/ZTയും PE/ZBയും നമുക്കിവിടെ ഈ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാം. ഓക്കെ, സിൻസ് ദ ബീം ഈസ് റെക്റ്റാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. അപ്പോൾ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ന്യൂട്രൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിന് ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസും, അതായത് ഔട്ടർ മോസ്റ്റ് ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസും ബോട്ടത്തിലുള്ള ഔട്ടർ മോസ്റ്റ് ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അതായത് YT = YB ആണ്. ഓക്കെ, റെക്റ്റാങ്കുലർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Z = I/Y ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ സെയിം ആണ്. ഡിവൈഡഡ് ബൈ YT അല്ലെങ്കിൽ ZB എന്ന് പറയുമ്പം I/YB ആണ് വരിക. അപ്പം YTയും YB സെയിം ആയതുകൊണ്ട് നമുക്ക് ZTൻ്റെ വാല്യൂയും ZBൻ്റെ വാല്യൂയും സെയിമാണ് വരിക. ഓക്കെ, അപ്പോൾ ZT = ZB = BD² ഡിവൈഡ് ബൈ 6 ആണ് വരിക. ഓക്കെ, Z-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I/Y ആണ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു I റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ BD³/12. Y എന്ന് പറയുമ്പം ന്യൂട്രൽ ആക്സിസിന് ഏറ്റവും ടോപ്പിലേക്കുള്ളത്. അപ്പോൾ ആ ന്യൂട്രൽ ആക്സിന് ഏറ്റവും ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ D/2 ആയിരിക്കും. കാരണം ഇത് ടോട്ടൽ ഡെപ്ത് D ആണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വരെ കറക്റ്റ് സെൻറ്ററിലാണ്. ഏറ്റവും ടോപ്പിലുള്ള ഔട്ടർ മോസ്റ്റ് പോയിന്റിലേക്കും അതേപോലെ ബോട്ടത്തിലുള്ള ഔട്ടർ മോസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D/2 ആയിരിക്കും. ഓക്കെ, അപ്പം BD³ ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ Yൻ്റെ വാല്യൂ D/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് BD²/6 ആണ്. അപ്പോൾ YTയും YBയും ഈ കേസിൽ സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Y. അപ്പോൾ അതുകൊണ്ട് തന്നെ ZT എന്ന് പറയുന്ന വാല്യൂ, അതായത് I/YT എന്ന് പറയുന്നതും I/YB എന്ന് പറയുന്നതും സെയിം ആണ് ഈ കേസിൽ. അതുകൊണ്ട് ZT = ZB = BD² ഡിവൈഡ് ബൈ 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. കാരണം ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് PE/ZTയും PE/ZBയും ആണ് നമ്മുടെ സെക്കൻഡ് ടേം. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ അറിയാത്തത് Z മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ Z കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ZT = ZB = B എത്രയാണ് 100, D 250. അപ്പം 100 × 250² ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ 1041,666.667 mm3. ഓക്കെ, ദാറ്റ് ഈസ്
10,41,666.667 മില്ലിമീറ്റർ ക്യൂബാണ് നമുക്ക് ഇസഡ് ടിയും ഇസഡ് ബിയും കിട്ടുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പോൾ ഇസഡ് ടിയും ഇസഡ് ബിയും ആയി. ഇനി എന്ത് ചെയ്യണം? പി ഇ ബൈ ഇസഡ് ടിയും പി ഇ ബൈ ഇസഡ് ബിയും കണ്ടുപിടിക്കണം. പി എന്ന് പറയുന്നത് 250 കിലോ ന്യൂട്ടൺ ആണ്. അപ്പം 250 × 10⁻3. ഓക്കെ, ഇ എന്ന് പറയുന്നത് 40 mm ആണ്. അതേപോലെ തന്നെ ഇസഡ് ടി ഇസഡ് ബി എന്ന് പറയുന്നത് 1041,666.667 ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പി ഇ ബൈ ഇസഡ് ടി അല്ലെങ്കിൽ പി ഇ ബൈ ഇസഡ് ബി = 9.6 Nm/mm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ സെക്കൻഡ് ടേമും ഓക്കെ ആയി. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഇക്വേഷനിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് രണ്ടിലും ടോപ്പിൽ എഫ് എസ് യു പിയിൽ എം ജി ബൈ ഇസഡ് ടിയും അതേപോലെ ബോട്ടത്തിൽ എം ജി ബൈ ഇസഡ് ബിയും ആണ്. ഓക്കെ, അപ്പോൾ എം ജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഡെഡ് ലോഡ് യു ഡി എല്ലിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൽ ഡെഡ് ലോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ GL² / 8 ആണ്. ജി എന്ന് പറയുന്നത് ഡെഡ് ലോഡ് ഇൻ എന്താണ് kN/m. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ 24 kN/m³ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കാം? ഏരിയ ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ചെയ്താൽ മതി. നമുക്ക് kN/m എന്ത് കിട്ടും? ഡെഡ് ലോഡ് കിട്ടും. ഓക്കെ, നമ്മൾ നോർമലി ബീമിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെഡ് ലോഡ് എടുക്കുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 100 mm/250 mm ആണ് അല്ലേ? അപ്പോൾ അത് MM-ലാണ്. നമുക്കിവിടെ തന്നിട്ടുള്ള ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് kN/m³-ലാണ്. ഓക്കെ, അപ്പം m³-ലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ 100 mm-നെയും 250 mm-നെയും മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പം G = അതായത് ഡെഡ് ലോഡ് = 0.1 × 0.25 മീറ്ററിലേക്ക് മാറ്റി ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി അതായത് യൂണിറ്റ് വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.6 kN/m എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു ബീമിൻ്റെ ഡെഡ് ലോഡ്. ഓക്കെ, അതിൻ്റെ ഓൺ വെയിറ്റ് ഇതാണ്. ഇത്ര kN, അതായത് 0.6 kN/m ആണ് ആ ബീമിൻ്റെ ഡെഡ് ലോഡ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എം ജി കണ്ടുപിടിക്കാം. ഡെഡ് ലോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എം ജി കണ്ടുപിടിക്കാം. ബെൻഡി മൊമെൻറ്റ് ഡ്യൂ ടു ഡെഡ് ലോഡ്. അപ്പം അതിൻ്റെ ഇക്വേഷൻ GL² / 8 ആണ്. കാരണം GL² / 8 എടുക്കാൻ കാരണം സെൻറ്റർ ഓഫ് ദ സ്പാനിലെ ബെൻഡി മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ദ സ്പാനിൽ വരുന്ന ബെൻഡി മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ WL² / 8 ആണ്. ഇവിടെ W എന്ന് പറയുന്നത് 0.6 kN/m എന്ന് പറയുന്ന ഡെഡ് ലോഡാണ്, അതായത് UDL ആണ്. അപ്പോൾ 0.6 × 8² / 8 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ MG = 4.8 kN/m എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, എം ജി നമുക്ക് കിട്ടി. ഇനി എം ജി ബൈ ഇസഡ് ടിയും എം ജി ബൈ ഇസഡ് ബിയും കണ്ടുപിടിക്കണം. ഇസഡ് ടീൻ്റെ വാല്യൂ ഇസഡ് ബിൻ്റെ വാല്യൂ സെയിം ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഡയറക്റ്റ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ എം ജി ബൈ ഇസഡ് ടി = എം ജി ബൈ ഇസഡ് ബി. എം ജിൻ്റെ വാല്യൂ 4.8 kN/m. അപ്പോൾ അതിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 4.8 × 10⁻⁶ ഡിവൈഡഡ് ബൈ 1041,666.667, അതായത് ഇസഡ് ടീൻ്റെ ഇസഡ് ബിൻ്റെ വാല്യൂ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം ജി ബൈ ഇസഡ് ടി എന്ന് പറഞ്ഞിട്ട് 4.61 Nm². കിട്ടും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടേമായി എം ജി ബൈ ഇസഡ് ടി എന്ന് പറയുന്ന ടേം 4.61 Nm². അതേപോലെ എം ജി ബൈ ഇസഡ് ബിയും സെയിം ആണ്, 4.61 Nm². ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻസിലെ നാലാമത്തെ ടേം MQ ബൈ ഇസഡ് ടിയും MQ ബൈ ഇസഡ് ബിയും. ഓക്കെ, അപ്പോൾ MQ എന്ന് പറയുന്നത് എന്താണ്? QL² / 8. Q എന്ന് പറയുന്നത് എന്താ? ലൈവ് ലോഡ് അല്ലേ? UDLൻ്റെ ടേംസിൽ ലൈവ് ലോഡാണ്. അപ്പം ലൈവ് ലോഡ് എത്രയാണ്? നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1.2 L82 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ MQ = 1.2 × 8² / 8 ചെയ്ത് കഴിഞ്ഞാൽ 9.6 kN/m എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് MQ കിട്ടി. ഇനി MQ ബൈ ഇസഡ് ടിയും MQ ബൈ ഇസഡ് ബിയും കണ്ടുപിടിക്കണം. നമ്മൾ ഇസഡ് ടീൻ്റെ വാല്യൂ ഇസഡ് ബിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, MQ ബൈ ഇസഡ് ടി = MQ ബൈ ഇസഡ് ബി = 9.6 × 10⁻⁶. 9.6 kN/m ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റി ഡിവൈഡ് ബൈ 1041,666.667 ഇസഡ് ടി ഇസഡ് ബി വാല്യൂ. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 9.215 Nm². കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള 4 ടേമുമായി.
ഓക്കെ, ഇനി ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ടോപ്പ് FSUP ഈസ് ഈക്വൽ ടു P/A. P/Aൻ്റെ വാല്യൂ 10 മൈനസ് PE/ZT, അത് 9.6 ആണ് വാല്യൂ, പ്ലസ് അടുത്ത വാല്യൂ mg/ZT 4.61 പ്ലസ് mq/ZT എത്രയാണ് 9.215. നമ്മൾ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 14.225 Nm/mm². ഓക്കെ, അപ്പോൾ FSUP എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 14.225 Nm/mm² ആണ്. നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്ന പ്ലസ്സിലാണ്, അതുകൊണ്ട് തന്നെ അത് കംപ്രഷനാണ്. ഓക്കെ, സ്ട്രെസ് ഇൻ ദ അപ്പർ മോസ്റ്റ് ഫൈബർ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ഫൈബർ, ഓക്കെ, അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്പാൻ എന്ന് പറയുന്നത് FSUP എന്ന് പറയുന്നത് 14.225 Nm/mm² ആണ്. ഓക്കെ, ഇനി അടുത്ത റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ബോട്ടം, അതായത് സെൻറ്റർ ഓഫ് സ്പാനിൽ റിസൾട്ടൻറ്റ് സ്ട്രെസ് ബോട്ടത്തിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ബോട്ടം നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ വരുന്ന ഇക്വേഷനിൽ വരുന്ന വ്യത്യാസം ZTൻ്റെ സ്ഥാനത്ത് ZB വരും, അതുപോലെ തന്നെ P/A പ്ലസ് വരും, മറ്റേതിൽ ടോപ്പിൽ മൈനസ് ആണ്, മൈനസ് PE/Z ഇസെറ്റിൻ്റെ ടേമാണ് വരുന്നത്, ഇവിടെ പ്ലസ് ആണ് വരുന്നത്. ബാക്കി ഇതിലേക്ക് വരുന്ന എക്സ്റ്റേണൽ ലോഡിൻ്റെ ടേംസ് രണ്ടും ബോട്ടത്തിൽ മൈനസിലാണ് വരുന്നത്. കാരണം മേലെ നിന്ന് താഴോട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പം വരുന്ന ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ ടെൻഷനാണ്. ഓക്കെ, അതുകൊണ്ട് മൈനസിലാണ് mg/ZBയും mq/ZBയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P/A 10, PE/ZB 9.6, mg/ZB 4.61, അത് മൈനസിൽ വന്നു. അതേപോലെ തന്നെ mq/ZB മൈനസ് 9.215. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5.775 Nm/mm². ഓക്കെ, അപ്പം F ഇൻഫീരിയർ നമുക്ക് കിട്ടി. F ഇൻഫീരിയർ ഈസ് ഈക്വൽ ടു 5.775 Nm/mm² കംപ്രഷൻ. കാരണം ആൻസർ നമുക്ക് കിട്ടിയത് പ്ലസ്സിലാണ്, അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, കംപ്രസീവ് സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും കൂടി ജസ്റ്റ് വരയ്ക്കാം. ഇതാണ് ഇതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഇത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ 100 mm, 250 mm ന്യൂട്രൽ ആക്സിസ്. ഇവിടുന്ന് 40 mm മാറിയിട്ട് നമ്മളെ ടെൻഡൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കേബിൾ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രീ സ്ട്രെസ്സിങ് ഇതിലൂടെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്ട്രെസ് ഏതാണ്, P/A അല്ലേ. P/A എന്ന് പറയുന്നത് 10 Nm/mm² ആണ്, പ്ലസ്സിലാണ് വാല്യൂ. പ്ലസ് ഇത് PE/ZTയും PE/ZBയും വാല്യൂ 9.6. ഓക്കെ, മേലെ മൈനസ് ഉള്ളത് ടുവേർഡ്സ് റൈറ്റും പ്ലസ് ഉള്ളത് ടുവേർഡ്സ് ലെഫ്റ്റുമാണ് ഞാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 9.6 Nm/m², ടോപ്പിലും ബോട്ടത്തിലും. ഇത് രണ്ടും കൂടി എന്താണ്, പ്രീ സ്ട്രെസ് ആണ് അല്ലേ. അതായത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന വരുന്ന സ്ട്രെസ്സാണ് ഇത്. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന വരുന്ന ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്, ഇത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ്. ഇനി അടുത്ത ഡെഡ് ലോഡ് സ്ട്രെസ്. ഡെഡ് ലോഡ് സ്ട്രെസ് എത്രയാണ്, ഇവിടെ ടോപ്പിൽ പ്ലസ് ആണ് വരുന്നത്, പ്ലസ് 4.61 അല്ലേ, 4.61 Nm/mm². കാരണം ലോഡ് മേലെ നിന്ന് താഴോട്ട് ആക്ട് ചെയ്യുമ്പം ബെൻഡ് ചെയ്യുമ്പം ടോപ്പിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണ്. അപ്പോൾ ടോപ്പിൽ കംപ്രഷൻ ആയതുകൊണ്ട് പ്ലസ്, താഴെ മൈനസ്, ഡെഡ് ലോഡ് സ്ട്രെസ്. ഓക്കെ, 4.61 Nm/mm². പ്ലസ് ഉള്ളത് ടുവേർഡ്സ് ലെഫ്റ്റിലേക്കും മൈനസ് ഉള്ളത് ടുവേർഡ്സ് റൈറ്റിലേക്കും മാർക്ക് ചെയ്യും. ഓക്കെ, അതേപോലെ അടുത്തത് ലൈവ് ലോഡ് സ്ട്രെസ് 9.215 പ്ലസ്സിലാണ് ടോപ്പിൽ, അതേപോലെ 9.215 മൈനസിലാണ്. ഈ ടേം mq/ZT, mq/ZB, mg/ZT, mg/ZB. ഓക്കെ, ഇനി ഇതിൻ്റെ റിസൾട്ടൻറ്റ് സ്ട്രെസ് 10 മൈനസ് 9.6 പ്ലസ് 4.61 പ്ലസ് 9.215 14.225 പ്ലസ്സിലാണ്. അതേപോലെ ഇവിടെ 10 പ്ലസ് 9.6 മൈനസ് 4.61 മൈനസ് 9.215 5.775 Nm/mm² പ്ലസ്സിലാണ്. അപ്പോൾ ഇതുപോലെ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല, എല്ലാം എന്ത് ചെയ്യുക, ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 14.225 ആണ്. 14.225 എന്ന് 5ലേക്ക് കുറഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ കൂടുതലും ഇവിടെ കുറവായിരിക്കും, പ്ലസ്. ഇത് റിസൾട്ടൻറ്റ് സ്ട്രെസ്. ഓക്കെ, ക്രോസ് സെക്ഷൻ, പ്രീ സ്ട്രെസ്, ഡെഡ് ലോഡ് സ്ട്രെസ്, ലൈവ് ലോഡ് സ്ട്രെസ്, റിസൾട്ടൻറ്റ് സ്ട്രെസ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ?
സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ, ഈസിയാണ്, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ വരയ്ക്കാൻ പറ്റും, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞു, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരെ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 40 mm. ഓക്കെ, ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് 40 mm എക്സെൻട്രിസിറ്റിയിൽ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ക്യാൻ ബാലൻസ് ദ സ്ട്രെസ്സസ് ഡ്യൂ ടു ഡെഡ് ആൻഡ് ലൈവ് ലോഡ്സ് അറ്റ് ദ സോഫിറ്റ് ഓഫ് ദ സെൻട്രൽ സ്പാൻ സെക്ഷൻ. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടം. അപ്പം ബോട്ടത്തിൽ വരുന്ന ഡെഡ് ലോഡ് സ്ട്രെസ്സിനെയും ലൈവ് ലോഡ് സ്ട്രെസ്സിനെയും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ആക്ട് ചെയ്യേണ്ട പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് ബോട്ടത്തിൽ വരുന്ന ടെൻഷൻ, അതായത് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ലൈവ് ലോഡും ഡെഡ് ലോഡും കാരണം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് 40 mm എക്സെൻട്രിസിറ്റിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആ ഡെഡ് ലോഡ് സ്ട്രെസ്സിനെയും ലൈവ് ലോഡ് സ്ട്രെസ്സിനെയും ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻഫീരിയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവാൻ വേണ്ടിയിട്ട് എത്രയാണ് അതിലേക്ക് പി വരേണ്ടതെന്നുള്ളതാണ്. ക്ലിയർ ആയോ? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എത്ര വന്നു കഴിഞ്ഞാലാണ് എഫ് ഇൻഫീരിയർ ഇവിടെ 0 ആവാന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 40 mm. അപ്പോൾ 40 mm എക്സെൻട്രിസിറ്റിയിൽ വരുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, അതിൻ്റെ കണ്ടീഷൻ എന്താ? ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിന് എന്ത് പറ്റണം? വിച്ച് ക്യാൻ ബാലൻസ് ദ സ്ട്രെസ്, അതിന് ബാലൻസ് ചെയ്യാൻ പറ്റണം. ഏത് സ്ട്രെസ്സിനെ? ഡ്യൂ ടു ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്. അപ്പം ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെഡ് ലോഡ് സ്ട്രെസ്സിനെയും ലൈവ് ലോഡ് സ്ട്രെസ്സിനെയും ബാലൻസ് ചെയ്യണം. അതായത് പ്രീ സ്ട്രെസ് എന്ന് പറയുമ്പോൾ, അതായത് പ്രീ സ്ട്രെസ് എന്ന് പറയുമ്പം ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന വരുന്ന ഡയറക്റ്റ് സ്ട്രെസ്സും അതുപോലെ തന്നെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന വരുന്ന ബെൻഡിങ് സ്ട്രെസ്സും കൂടി എന്ത് ചെയ്യണം? ഇതിനെ ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം, അതായത് ഡെഡ് ലോഡും ലൈവ് ലോഡും മുഖേന വരുന്ന സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യണം. അപ്പം P/A-യും P/Z/B എന്ന് പറയുന്ന ടേമും അതിൻ്റെ രണ്ടിൻ്റെയും സം എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു mg/ZB ആൻഡ് mq/ZB. ഓക്കെ, അതാ കണ്ടീഷൻ. അല്ലെങ്കിൽ എഫ് ഇൻഫീരിയർ എന്ന് പറയുന്നതിൻ്റെ സം ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ 0 ആവാൻ വേണ്ടി വരുന്ന പി ആണ് ഇവിടുത്തെ ചോദ്യം. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, പാർട്ട് ബി നമുക്ക് സൊല്യൂഷൻ ചെയ്യാം, സോൾവ് ചെയ്യാം. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വിച്ച് ക്യാൻ ബാലൻസ് ദ സ്ട്രെസ്സസ് ഡ്യൂ ടു ഡെഡ് ആൻഡ് ലൈവ് ലോഡ്സ് അറ്റ് ദ സോഫിറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സ്പാൻ സെക്ഷൻ. ഓക്കെ, അപ്പം ടു ബാലൻസ് ദ സ്ട്രെസ്സസ് അറ്റ് ദ സോഫിറ്റ്, അപ്പം ഇതിനെ സോഫിറ്റിൽ വരുന്ന സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ കണ്ടീഷൻ? എഫ് ഇൻഫീരിയർ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സം, അതായത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന വരുന്ന സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലോഡ്, അതായത് ലൈവ് ലോഡും ഡെഡ് ലോഡും മുഖേന വരുന്ന സ്ട്രെസ്സിൻ്റെയും നെറ്റ് സം എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ലെറ്റ് ദ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ബി പി. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിനെ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഇ എന്ന് പറയുന്നത് 40 mm എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഇൻഫീരിയർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഈസ് ഈക്വൽ ടു P/A പ്ലസ് PE/ZB മൈനസ് mg/ZB മൈനസ് mq/ZB അല്ലേ? ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എഫ് ഇൻഫീരിയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവണം, അതാണ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ എഫ് ഇൻഫീരിയർ ആദ്യം P/A, Pൻ്റെ വാല്യൂ P തന്നെ കൊടുത്തു. 100 × 250 ക്രോസ് സെക്ഷൽ ഏരിയ. P/ZB, P × 40, എക്സെൻട്രിസിറ്റി 40 ആണ്, ഡിവൈഡഡ് ബൈ ZB. നമ്മൾ ഓൾറെഡി ZBയും ZTയും ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ ഡയറക്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൈനസ് 4.8 × 10⁶, അതായത് mg എന്ന് പറയുന്ന വാല്യൂ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് എ പാർട്ടിൽ. ഡിവൈഡഡ് ബൈ ZB എന്ന് പറയുന്നത് സെയിം ആണ് ആസ് നമ്മൾ മുന്നേ യൂസ് ചെയ്ത സെയിം വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു mq minus 4.8 × 10⁶ divided by 1041,666.667 minus mq എന്ന് പറയുന്നത് 9.6 × 10⁶, ZB 1041,666.667. ഓക്കെ, അപ്പോൾ എഫ് ഇൻഫീരിയർ എന്ന് പറയുന്ന വാല്യൂ ഇതാണ്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ എഫ് ഇൻഫീരിയർ ഷുഡ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ P/25,000 40p ഡിവൈഡ് ബൈ 1041,666.667
മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 4.61 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അപ്പോൾ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. മൈനസ് ഇവിടെയും നമ്മൾ ചെയ്തതാണ് 9.215 = 0. അപ്പം P by 25,000 plus 40 P by 1041,666.667 = ഇത് ചെയ്ത് കഴിഞ്ഞാൽ 13.825. ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് ആയി. ഓക്കെ, അപ്പോൾ 13.825 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. 7.8399 × 10⁻⁻5 P = 13.825. ഇപ്പോൾ സോൾവ് ചെയ്താൽ P = 176,341.535 ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടണിൽ നമുക്ക് കിട്ടും, കാരണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത mg വാല്യൂ mq വാല്യൂ ഒക്കെ ന്യൂട്ടണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് Pൻ്റെ വാല്യൂ ന്യൂട്ടണിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇൻറ്റു 10⁻³ അല്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P = 176.34 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 40 mm എക്സെൻട്രിസിറ്റിയിൽ 176.34 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന പ്രീസസിങ് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന അതിൻ്റെ സെൻറ്റർ ഓഫ് ദ സെക്ഷൻ സെൻറ്റർ ഓഫ് ദ സ്പാനിൽ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന = 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് എക്സ്റ്റേണൽ ലോഡ്, അതായത് ലൈവ് ലോഡും ഡെഡ് ലോഡും മുഖേന വരുന്ന സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രീസസിങ് ഫോഴ്സ് P എന്ന് പറയുന്നത് 176.34 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, a precessing force of 176 kilonewton. A precessing force of 176.34 kilonewton with an eccentricity of 40 mm is required to balance the stresses due to dead and live loads at the soffit of the center span section. ഓക്കെ, അപ്പോൾ 176.34 kilonewton ആണ് ആവശ്യമായിട്ടുള്ളത് ഈ ഡെഡ് ലോഡ് സ്ട്രെസ്സിനെയും ലൈവ് ലോഡ് സ്ട്രെസ്സിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഒരു എക്സെൻട്രിസിറ്റി 40 mm എക്സെൻട്രിസിറ്റിയിൽ ഈ പ്രീസസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ദ ബോട്ടം = 0 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ദെൻ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.